രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ചെടി എല്ലാവർക്കും അറിയുന്ന ചെടിയാട്ടോ. യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ അടുത്തൊരു ദിവസം പുൽപ്പള്ളിക്ക് പോകുന്ന വഴി സൈഡിലൊരു വീട്ടിൽ ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കുന്നൊരു ഈ ചെടി കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇറങ്ങി എടുത്തു. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ ഉള്ള ചെടിയിൽ ഇപ്പോൾ പൂക്കൾ കുറഞ്ഞിട്ടുണ്ട്. നല്ല പൂക്കളുണ്ടായിരുന്നു. ഈ ചെടീൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത്, അവിടെ നല്ല പോലെ വെയിലുണ്ട്, പക്ഷേ മരങ്ങളുടെ ഇടയിലായതുകൊണ്ട് നേരിട്ട് അങ്ങനെ വെയിൽ പതിക്കുന്നില്ല എല്ലാ സമയത്തും. അതുകൊണ്ടായിരിക്കും ഇതിൽ ഈ സമയത്തും നിറയെ പൂക്കളാണ്. എൻ്റെ വീട്ടിൽ പിന്നെ ഒരു മാവിൻ്റെ തണലിലാണ് എൻ്റെ ചെടി നിൽക്കുന്നത്. അതുകൊണ്ടാണോ ഇനി നേരിട്ടുള്ള വെയിലിൻ്റെ കുറവ് കൊണ്ടാണോ എന്നറിയില്ല, ആദ്യം നിറയെ പൂക്കളുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് പൂക്കളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി എൻ്റെ കയ്യിൽ സെയിലിനുണ്ട്. ഞാൻ ഇതിൻ്റെ പ്ലാന്റ് സൈസ് കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ചെടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രാഥമികമായിട്ടൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചെടീൻ്റെ പ്ലാന്റ് സൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന ചെടി ബ്രസീൽ സ്വദേശിയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബ്രൺഫേഴ്സിയ ഫ്ലൗസിഫോറ എന്നാണ്. സോളിനേസി കുടുംബത്തിലെ ഒരു അലങ്കാര സസ്യമായിട്ടുള്ള ഈ ചെടി നേരിട്ട് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല. എങ്കിലും ദിവസം ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്താണെന്ന് വെച്ചാൽ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. നല്ല നീർവാർച്ചയുള്ള, കുറച്ച് അസിഡിറ്റി ഉള്ളതുമായിട്ടുള്ള പോട്ടി മിക്സാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കേണ്ടത്. നിലത്ത് നടുകയാണെങ്കിലും അങ്ങനെ തന്നെ കുറച്ചൊരു അസിഡിറ്റിയുള്ള മണ്ണാണ് ഇതിന് കൂടുതൽ പൂക്കളുണ്ടായിട്ട് കാണുന്നത്. അതുപോലെ നമ്മൾ ഇതിന് നടാനെടുക്കുമ്പോൾ പോട്ടി മിക്സ് ആണെങ്കിലും കുറച്ച് പ്രത്യേകതയുള്ളതാണ്. മണൽ, കരിയില്ലേ നമ്മൾ വിറക് കത്തിക്കുമ്പോൾ, ആ കരി, പെർലറ്റ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എടുക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്നതിൻ്റെ പകുതി ഭാഗം, അതായത് 50% ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും കൂടിയാണെങ്കിൽ ബാക്കി 50% മണ്ണായിരിക്കണം. അത് തന്നെ കുറച്ച് പശുമരാശിയോടുകൂടി പശുമയുള്ള മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പശുമരാശി മണ്ണിലാണ് ഈ ചെടികൾ കൂടുതലായിട്ട് പൂക്കുന്നത്. ഈ മഴക്കാലം കഴിഞ്ഞ് വസന്തകാലത്തിന് തുടക്കത്തോടു കൂടി ഈ ചെടി പൂക്കാൻ തുടങ്ങും. പിന്നെ മഴ വരുന്നത് വരെയും ഇതിൽ പൂക്കളാണ്. വേനൽക്കാലത്ത് ഇപ്പോൾ കണ്ടില്ലേ, നിറയെ പൂക്കളായിരിക്കും. ഇല കാണാതെ തന്നെ പറയാം. നമുക്ക് ഈ ചെടികളിൽ പൂക്കൾ വിരിയുന്ന സമയത്ത് പർപ്പിൾ കളറിലാട്ടോ ഉണ്ടാവുക. അത് ഒരു 1-2 ദിവസം കഴിയുമ്പോഴേക്കും അതിന് ഒരു ചെറിയ ലാവണ്ടർ കളറാവും. പിന്നീട് അത് നല്ല പ്യുവർ വൈറ്റ് പൂക്കളാവും. അപ്പോൾ ചെടിയിൽ ഈ 3 പൂക്കൾ ഏത് സമയത്ത് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ വേനൽക്കാലത്തിന് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നടാൻ പറ്റും. ഇതിന് നടാനെടുക്കുന്ന ചെടികൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, റൂട്ടിംഗ് ഹോർമോണിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നടുകയാണെന്ന് വെച്ചാൽ വേഗം തന്നെ വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചെടികൾ പൂക്കളൊക്കെ ഏകദേശം കുറഞ്ഞു തുടങ്ങുമ്പോൾ നന്നായി വെട്ടി നിർത്തി കൊടുക്കണേ. വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലം തുടങ്ങുമ്പോഴേക്കും ഇതിൽ പുതിയ കൊമ്പുകളൊക്കെ വരും. അപ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൽ മൊട്ടുകളും വരുന്നുണ്ട്. മഴക്കാലത്തും ഇതിൽ പൂവുണ്ടാവും കേട്ടോ, തീരെ ഇല്ലാതെയില്ല. മഴക്കാലത്തും ഇതിൽ ഇത്ര നിറച്ചില്ലെങ്കിലും പൂക്കൾ ഉണ്ടാവുന്നതായിരിക്കും. ഈ ചെടിക്കുണ്ടല്ലോ ഇംഗ്ലീഷ് വളങ്ങൾ ഇട്ട് കൊടുക്കാം. ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഏത് വളവും നല്ലതാണ്. 10-10-10 എന്ന് പറയുന്ന വളമാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളത്തിലൊക്കെ ലയിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് അതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയ്ക്കും നല്ലൊരു പച്ച കളർ കിട്ടാനും ഇങ്ങനെ ഇലകളിലൊക്കെ ഈ വളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഇല്ലേ, ഇതെൻ്റെ വീട്ടിൽ മുമ്പ് ഉണ്ടായിരുന്നതാണ്. പൂക്കൾ കഴിയാറായപ്പോഴാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു വെച്ചത്. ആദ്യമൊന്നും ഞാനിങ്ങനെ അത്ര ശ്രദ്ധിക്കലില്ലായിരുന്നു. ഒരു യൂട്യൂബ് ചാനലൊന്നും എനിക്ക് അന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിറയെ പൂവുള്ള സമയത്ത് ഞാൻ എടുത്തില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗൗരവവും കാര്യമൊക്കെ മനസ്സിലാവുന്നതും അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് നമ്മൾ പറയേണ്ടി വരുന്നതും ഒക്കെ ഇപ്പോഴാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ചെടിയിലും പൂക്കളുണ്ട് കേട്ടോ, തീരെ മോശമൊന്നുമല്ല, നല്ല ഇതാണ് ഞാൻ കൊടുക്കുന്ന പ്ലാന്റ് സൈസ്. ഇത് കണ്ടില്ലേ, നല്ല കരുത്തുള്ള ചെടിയാട്ടോ. നമ്മൾ ഈ മണ്ണ് ഇതിലിപ്പോൾ ഒരു കവറിലാണിത് നട്ടിട്ടുള്ളത്, പോളിത്തീൻ ബാഗിനകത്താണ്. ഈ കവറിൽ നിന്നും മണ്ണ് നീക്കം ചെയ്ത് ചകിരിച്ചോറ് കവർ ചെയ്ത്, മണ്ണ് മുഴുവനായിട്ട് കളയുന്നില്ല, കുറച്ച് മണ്ണ് നിർത്തിയിട്ട് ചകിരിച്ചോറും കൂടെ കവർ ചെയ്തിട്ടാണ് ചെടികൾ അയക്കുക. ചെടികളൊന്നും അതിൽ ഡാമേജ് ആവാതെ തന്നെ ചെടികൾ അവിടെ എത്തും. അപ്പോൾ നമ്മൾ ഈ ചെടികൾ 3 എണ്ണം ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ, ഞാനൊരു ലെമൺ വൈനിൻ്റെ, അതിൻ്റെ ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട്, ഒരു ലെമൺ വൈനിൻ്റെ ചെടി സൗജന്യമായിട്ട്, അങ്ങനെ 4 ചെടികളാണ് ഒരുമിച്ചയക്കും. 3 സൺഡേ മൺഡേ പ്ലാന്റുകൾ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ലെമൺ വൈൻ. കണ്ടില്ലേ, നല്ല ചെടിയാട്ടോ ഈ ലെമൺ വൈൻ. പൂക്കളും കായ്കളും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കായ്കൾ ആദ്യം പച്ച നിറത്തിലും പിന്നെ മഞ്ഞ നിറത്തിലുമായിട്ട് നല്ല ഭംഗിയുള്ള ചെടിയാട്ടോ ലെമൺ വൈൻ. ഈ ലെമൺ വൈൻ ചെടീനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൽ പൂവിരിയും, കുലകുലയായിട്ട് നല്ല പോലെ നിറയെ പൂവിരിയും.
ആ പൂക്കൾ കൊഴിയുമ്പോൾ തന്നെ നമുക്കതിൽ കായ്കൾ ഉണ്ടാവാൻ തുടങ്ങുമല്ലോ, കൊല കൊലയായിട്ട് പച്ച നിറത്തിലുള്ള കായ്കൾ. ഒരു മാസം കഷ്ടിയാകുമ്പോഴേക്കും ഇതുപോലെ നല്ല മഞ്ഞ കളറിൽ കായ്ച്ച് നല്ല നിറയെ കായായിട്ട് കിടക്കും. നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 യെസ്റ്റർഡേ ടുഡേ ടുമാറോ ചെടികൾ വാങ്ങുമ്പോൾ 240 രൂപയാണ്. അപ്പോൾ ഒരു ലെമൺ വൈൻ ചെടി സൗജന്യമായിട്ടുണ്ട്. അതായത് മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന 4 ചെടികൾക്ക് 240 രൂപ പ്ലസ് കൊറിയർ ചാർജ് മാത്രമാണ് ആവുന്നുള്ളൂ. ഇതിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യണം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കഴിയുന്നത്ര ലൈക്കും കമൻസും ഒക്കെ തരാനും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ചെടികളുണ്ട്. ഞാൻ ഈ എല്ലാ വീഡിയോയുടെ കൂടെയും ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാറുണ്ട്. ഒന്ന് എല്ലാവരും പരമാവധി സഹായിക്കുന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ.